ഇന്ന് നമ്മളോടൊപ്പം നാടകത്തിൻ്റെ തന്നെ മഹാനായ ഒരു നടൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നിരവധി അവാർഡുകൾ, ഇന്നലെയും തിലകൻ അവാർഡ് അല്ലേ, നിരവധി അവാർഡുകൾ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മഹാനായ ഒരു നടൻ നമ്മുടെ കൂടെ ഇപ്പോഴുണ്ട്. KPSC ലീലാകൃഷ്ണൻ സാറിനോട് നമുക്ക് ഇന്നത്തെ യുവജനോത്സവത്തിൻ്റെ നാടകത്തിൻ്റെ സോപാനത്തിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. ഈ സാറിപ്പം നാടകമൊക്കെ ഇവിടെ കണ്ടല്ലോ. അപ്പം ഇന്നത്തെ തലമുറ നമ്മുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു സിനിമയിൽ തന്നെ നല്ലൊരു സ്ഥാനം ഉറപ്പിച്ചവരെല്ലാവരും, നമ്മുടെ ലെജൻസ് എല്ലാവരും നാടകത്തിലൂടെ വന്നവരാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു നാടകത്തിൻ്റെ കാഴ്ചയിൽ, സാറിൻ്റെ കാഴ്ചയിൽ എന്താണ് ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനുള്ളത് പ്രേക്ഷകരോടൊപ്പം? ഈ നാടകമെന്ന് പറയുന്ന കലയ്ക്ക് ഒരുപാട് ദൗത്യമുണ്ട്. സമൂഹത്തിൻ്റെ ബോധതലത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്നത് നാടകത്തിനാണ്. അപ്പം നമ്മൾ പറയാറുണ്ട്, കാറും കോളും നിറഞ്ഞ കടലിൽ കപ്പലിറക്കി പുതിയ മാനങ്ങൾ കണ്ടെത്തുന്നവനാണ് നാടകക്കാരൻ. ഈ സമൂഹത്തിൽ ഇത്രയധികം ഉദ്ധരിക്കാൻ പറ്റിയ ഒരു കലാരൂപം, കഥാപ്രസംഗത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിനേക്കാളുപരി നാടകത്തിന് അതിൻ്റെ ഒരു പൂർണ്ണതയുണ്ട്. കാരണം അതിനകത്ത് സംഗീതമുണ്ട്, സാഹിത്യമുണ്ട്, അഭിനയമുണ്ട്, ചിത്രകലയുണ്ട്. ഏതാണ്ട് എല്ലാ കലകളുടെയും സംയോജനമാണ് നാടകകല. പിന്നെ അത് മാത്രമല്ല, നാടകത്തെ സംബന്ധിച്ച് ഇവിടെ ഈ കലോത്സവ വേദി, അതും മഹാനായ ഒ മാധവൻ എന്ന് പറയുന്ന അനശ്വരനായ നാടക പ്രതിഭയുടെ നാമധേയത്തിലാണ് ഈ വേദി. സോപാനം എന്ന് പറയുന്ന നമ്മുടെ രവി മുതലാളിയുടെ, അച്ചാണി രവിയുടെ ഒരു വലിയ സ്വപ്നം കൂടിയാണ് ഈ കേന്ദ്രം. ഇവിടെ വെച്ച് ഈ സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ 62ാമത് സംസ്ഥാന കലോത്സവമാണ്. ഈ കലോത്സവത്തിൽ നാടക പരിപാടികൾ നടക്കാൻ പറ്റിയ വേദി ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വേദിയാണ് സോപാനം. ഇവിടെ നമ്മൾ കണ്ട കാഴ്ചകളെന്ന് പറയുമ്പോൾ, സാധാരണ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു നാടകം തട്ടിക്കൂട്ട് ഗ്രേസ് മാർക്കിന് വേണ്ടിയുള്ള സംവിധാനത്തിലാണ്. പലപ്പോഴും കലോത്സവങ്ങൾ പൊതുവെ അങ്ങനെയാണെങ്കിലും അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു പ്രതിഭാധനരായ ഒരുപാട് കുട്ടികൾ, ഒരുപാട് പ്രതീക്ഷയാണ്. പിന്നെ മാത്രമല്ല, നാടക പ്രവർത്തകരുടെ നല്ലൊരു കൂട്ടായ്മയുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ മലയാളത്തിൽ ശ്രദ്ധേയരായിട്ടുള്ള ഒരുപാട് നടിക നടന്മാർ ഈ നാടകം കാണാൻ വേണ്ടി രാവിലെ മുതലേ ഇവിടെയുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. പിന്നെ അതിനേക്കാൾ ഉപരി എനിക്ക് ഏറെ സന്തോഷം തോന്നുന്നത്, ഈ നാടകം പിന്നെ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ നാടകം മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ സമയത്ത് ഇവിടെ ഈ ഓഡിറ്റോറിയം കണ്ടാൽ നമുക്കറിയാം, അതിനകത്ത് നിൽക്കാൻ പോലും സ്ഥലമില്ല. അതെ. അപ്പൊ ഇപ്പോഴും ഈ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ പറയുന്ന പുതിയ പുതിയ ഭാവത്തോടു കൂടിയുള്ള നാടക ആവിഷ്കാരം അത് ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാകാം ഇത്തരമൊരു സങ്കേതത്തില് അല്ലെങ്കിൽ ഈ ഒരു കലോത്സവത്തില് ഇത്രയധികം ജനത്തിലേക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. അത് ഇപ്പൊ സംഘാടനത്തിന്റെ മികവ് എന്നതിനേക്കാൾ ഉപരി ആളുകൾ, ഈ പ്രേക്ഷകരുടെ മനസ്സിലുള്ളൊരു സ്വപ്നവും സങ്കല്പമൊക്കെയാണത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ പുതിയ തലമുറ ഇത് സീരിയസ് ആയിട്ട് കാണുന്നതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? അതായത് ഇന്നത്തെ ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്തെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു മിനി സ്ക്രീനിലങ്ങനെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ അവൻ വലിയ സ്റ്റാറാണ്, താരമാണെന്നാണ് വിശ്വാസം. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിരി വരാറുണ്ട്. കാരണം പക്ഷെ എന്ത് ചെയ്യാനാണ്, ലോകം അങ്ങനെയാണ്. അപ്പോൾ ഏതെങ്കിലും സീരിയൽ എന്തെങ്കിലും ഒരു വേഷം അഭിനയിക്കുന്ന ആള് ഒരുപാട് റീടേക്കുകളിലൂടെ ആയിരിക്കും അവനൊന്ന് മുഖം കാണിച്ചിരിക്കുന്ന പോലും. പക്ഷെ അവരൊക്കെ വലിയ താരങ്ങളാണ്. പക്ഷേ ഈ നാടകത്തിന് വേണ്ടി ഒരു നടനോ നടിയോ എടുക്കുന്ന എഫർട്ട് വളരെ വലുതാണ്. അപ്പം 2 മണിക്കൂറുള്ള നാടകമാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് അവൻ പോകണം, പരിപാടി സ്ഥലത്തേക്ക് പോകുന്നു. അന്നത്തെ ദിവസം മുഴുക്കി അതിൻ്റെ പുറകിലാണ്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോഴത്തേക്കും ഒരു സമയമാകുന്നു. കിട്ടുന്ന റെമ്യൂണറേഷൻ വളരെ കുറവാണ്. നാടകത്തിൽ ഇന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറയുമ്പോഴും ഈ കിട്ടുന്ന പ്രതിഫലം വളരെ കുറവാണ്. അതായത് ഇപ്പം ഈ നമ്മൾ പറയാറുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് 2000 രൂപ കൊടുക്കുന്ന സ്ഥലത്ത് ഇന്നും നാടകത്തിന് 1000 രൂപ കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. അത് വളരെ ഒരു ദുര്യോഗമാണ്. പിന്നെ അത് മാത്രവുമല്ല, നമുക്ക് ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാടകത്തിൽ ഇത്രയൊക്കെ എഫർട്ട് എടുക്കുന്ന ഈ കലാകാരന്മാർക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ല. അതൊരു പ്രധാനമാണ് കാര്യം. ഇപ്പം സിനിമയിൽ ഇപ്പം ആർക്ക് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം. സിനിമയെന്ന് പറയുമ്പോൾ അത് വലിയ നൈസർഗികമായ കലയൊന്നും പറയാനില്ല. കുറച്ച് നൈസർഗികപരമായിട്ടുള്ള കഴിവുള്ള ടെക്നിക്കൽ, അതായത് എഡിറ്റിംഗ് ടേബിളിലാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ പിറക്കുന്നത്. നാടകം അങ്ങനെയല്ല. കാരണം നമ്മുടെ കുറേ കാലത്തെ പ്രയത്നം,
ഒരുപാട് ഇങ്ങനെ എക്സ്പീരിയൻസ് പ്രാക്ടീസ് ചെയ്താണ് ഒരു കഥാപാത്രത്തെ ആവാഹിക്കുക തന്നെ. നമുക്കറിയാം, പരീക്ഷണാർത്ഥം വന്നൊരു നാടകമായിരുന്നു ഗാന്ധിഭവന്റെ നവോത്ഥാനം പോലും. പക്ഷെ അത് 1 ലക്ഷം രൂപയോളമൊക്കെ ആകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആ എക്സ്പെൻസ് തന്നിരുന്നതിൽ അത് മാറ്റി നിർത്തുകയുണ്ടായി. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ വരാത്തൊരവസ്ഥ വന്നത് നമ്മുടെ ഈ പൊതുസമൂഹത്തിലെ ആ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നാടകക്കലയ്ക്ക് എന്താ പറയുക 10, 25, 30 പേര് പങ്കെടുക്കുന്ന ഒരു നാടകത്തിന് അത്രയും പൈസ കൊടുക്കാൻ ആളില്ല. എന്നാൽ ഏതെങ്കിലും സിനിമാറ്റിക് ഡാൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന കോമഡി പരിപാടി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 1, 1.5 എന്ന് പറഞ്ഞ് മെഗാ ഷോ എന്ന് പറഞ്ഞ് 5 ലക്ഷം വരെ കൊടുക്കാൻ ആളുണ്ട്. അതും ഈ കലയുടെ ഒരു അപജയമെന്നേ പറയാൻ കഴിയുള്ളൂ. ഇത് കലയെ കാണുന്ന ഈ പ്രേക്ഷകന്റെ അപജയം എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് അത്തരത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ സംശയം കിട്ടിയിരിക്കുന്നു. ഇത് നാടകം എന്ന കലയിൽ വേണ്ടത്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സാറിന്റെ അഭിപ്രായത്തിൽ? നാടകം എന്ന് പറയുന്ന ഒരു നാടകത്തിലൂടെയാണ് ഒരു ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വന്നത്. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ലോകത്തിൽ ആദ്യമായി ജനാധിപത്യത്തിലൂടെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ EMS മന്ത്രിസഭ ഉണ്ടാകില്ലായിരുന്നു. ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഒരു നാടകം എന്ന് കേട്ടാൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള പേരാണ് നമ്മൾക്കൊക്കെ എപ്പോഴും. അല്ല, പക്ഷെ അത് വളരെ സങ്കടം തോന്നുന്നത് അത്തരത്തിൽ വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളിലെ ആളുകളൊക്കെ നാടകത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നതിനപ്പുറത്ത് വളരെ ഗൗരവതരമായി ഇതിനെ കാണുന്നില്ല. കലാകാരന്മാർക്ക് അത്രയും വലിയ സംഗതികൾ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള സത്യമാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം കുറേ പ്രൊമോഷൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കേണ്ട സത്യം കൂടിയാണ്. കുറച്ച് നാടകപ്രേമികൾ ഇങ്ങനെ കുറച്ച് നാടകങ്ങളുടെ ഒരു കൂട്ടം വയ്ക്കുന്നു, കാണുന്നു എന്നതിലപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഇന്ന് ഇവിടെ ഈ പെർഫോം ചെയ്ത കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ യുവജനോത്സവത്തിന് നാടകത്തിനായിട്ട് വന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. അവർക്ക് സാറിന് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ പറ്റുന്നത്? കാരണം ഈ കലയെന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങാൻ പറ്റിയ സാധനമല്ല. കല ജന്മസിദ്ധവുമുണ്ട്, കർമ്മസിദ്ധവുമുണ്ട് അല്ലേ? കാരണം ജന്മസിദ്ധമായ കഴിവുള്ള ഒരുപാട് പ്രതിഭകൾ ഇവിടെ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഉപരിപ്ലവമായിട്ട് പലവരും വലിയ കലാകാരന്മാരാണെന്ന് പൊക്കി പിടിച്ചുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടു പോകുന്ന പല പ്രസ്ഥാനങ്ങളുമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ എന്തെങ്കിലും സത്യസന്ധമായി പറയുന്നവനെ അവരെ നിഷേധികളായി കാണുന്ന ഈ കാലഘട്ടത്തിൽ നിഷേധികളാണ് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത്. ഇല്ലെങ്കിൽ ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് പറഞ്ഞു പോകുന്ന സാംസ്കാരിക പ്രവർത്തകരുണ്ട്. തിലകൻ സാറൊക്കെ അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ തിലകൻ എന്ന് പറയുന്ന അതുല്യനായ നടൻ, ഇപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് പുരസ്കാരം കിട്ടി, അത് വേറെ സന്തോഷമാണ്. പക്ഷെ അതിനേക്കാളുപരി അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ശരിക്കും ഉപയോഗിക്കുവാൻ മലയാള സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ കായ്ഫലമുള്ള മാവിലെ കല്ലെറിയാറുള്ളൂ, ഇതൊന്നുമില്ലാത്ത മച്ചിമാവെന്ന് നമ്മൾ പറയാറുണ്ട്, എല്ലാവരും കല്ലെറിയാറില്ല. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വം മറ്റൊന്നുമല്ല, ഇത്രയും വലിയൊരു കലാകാരൻ, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കലയോടുള്ള അഭിനിവേശം, അപ്പോൾ തികഞ്ഞ കലാകാരന് പലതും കാണുമ്പോൾ പ്രതികരിക്കേണ്ടി വരും. അപ്പോൾ എവിടെയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമാ മേഖലയുടെ ഏറ്റവും വലിയൊരു ദുര്യോഗം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഈ പകൽ വെളിച്ചത്തിലെടുത്ത് ഇരുട്ടത്ത് കാണിക്കുന്ന ഈ സംഗതി, അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ഒരുപാട് വൃത്തികേടുകളുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായി പറയുവാൻ, ചങ്കുറപ്പോടുകൂടി പറയുവാൻ പലരും മടിക്കുന്ന കാലം കൂടിയാണ്. കാരണം അവർക്ക് അവസരങ്ങൾ കിട്ടാൻ വേണ്ടി നിൽക്കുന്നവരാണ് നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക പ്രവർത്തകരെന്ന് അഭിമാനിക്കുന്നവരുടെ കൂട്ട്. കാരണം എന്തും വിളിച്ചു പറയുന്നതിനകത്തല്ല, പറയുന്നത് പലതും കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാതെ അതൊന്ന് ഒളിച്ചോടുന്നവരുടെ കാലമാണ്. അപ്പോൾ എല്ലാ കലയ്ക്കും സംസ്കരണം എന്ന് പറയുന്ന സംഗതിയുണ്ട്. പ്രത്യേകിച്ച് നാടകം പോലുള്ള കലയ്ക്കാകുമ്പോൾ അതിൽ പറയുന്ന ആളുകളുടെ മനസ്സിനെ സംസ്കരിക്കുവാൻ ഒരു വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നാടകങ്ങൾ എന്തുമാത്രം നമ്മൾ സ്വാധീനിക്കുന്നു. അതിന് ഉദാഹരണം എൻ്റെ ഗുരുനാഥനെ തോപ്പിൽ ഫാസി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അശ്വമേധം നാടകം അരങ്ങിലെത്തിച്ചപ്പോൾ അന്ന് വലിയ ചർച്ചാ വിഷയമായതാണ്. കാരണം ഈ കുഷ്ഠരോഗികളെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു കാലമുണ്ടായിരുന്നു. മാത്രവുമല്ല അന്ന് ഇതേതോ പാപമാണ്, ദൈവത്തിൻ്റെ പാപദോഷം കൊണ്ടുണ്ടാകുന്നതാണെന്നുള്ള ഒരു അന്ധവിശ്വാസം നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ നാടകം എഴുതുന്നത്. ഈ നാടകം നേപ്പാളിലൊരു സ്കൂളിൽ കളിക്കുകയുണ്ടായി. നേപ്പാളിൽ അവിടെ അഞ്ജന എന്ന് പറഞ്ഞൊരു 5 വയസ്സുകാരി പെൺകുട്ടിക്ക് ഇതുവരെ കുഷ്ഠരോഗം ബാധിച്ചിരുന്നു. അതിൻ്റെ പേരിൽ ആ കുട്ടിയെ അവിടുന്ന് പടിയടച്ച് പിണ്ണം വെച്ചു. ഇതിനെ കണ്ടാൽ കുട്ടികൾ ഓടി ഒളിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ നാടകം അവിടെ അവതരിപ്പിക്കുകയും ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ പരിവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ഈ
പുറത്താക്കപ്പെട്ട ആ കുട്ടിയെ അധ്യാപകരും കുട്ടികളെല്ലാവരും കൂടി പോയി സ്വീകരിച്ചുകൊണ്ടിരുന്ന കാഴ്ചയുണ്ടായത് അദ്ദേഹം അത് കുറിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ സമൂഹത്തിൻ്റെ ഈ ബോധതലത്തിൽ സംസ്കരണം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ കലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്ര കാലം നിലനിൽക്കും എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ട്. ഇല്ല, അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1% മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം നമുക്കറിയാം കഴിഞ്ഞ കലോത്സവ പ്രതിഭകളൊക്കെ എവിടെയാണ് ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കലയുടെ ഓളം അല്ലെങ്കിൽ കൊല്ലത്തിൻ്റെ ഓളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കലോത്സവങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള പ്രൊമോഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഫോളോ അപ്പ് വേണം. അതുണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു ദുര്യോഗമാണ്. ഒത്തിരി അനുഭവങ്ങൾ പങ്കുവച്ച KPC ലീലാക്ഷൻ സാറിന് ഒത്തിരി സന്തോഷം. നന്ദി. സന്തോഷം.